അന്തരിച്ച ചലച്ചിത്ര സംവിധായകൻ ലെനിൻ രാജേന്ദ്രന്റെ സംസ്കാരം അല്പസമയത്തിനുള്ളിൽ നടക്കും. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ ശാന്തികവാടത്തിലാണ് സംസ്കാരം. വിവരങ്ങളുമായി വി.ആർ. കാർത്തിക് ചേരുന്നു. കാർത്തിക്, മൃതദേഹം ഇപ്പോൾ എവിടെയാണ് ഉള്ളത്? സംസ്കാര ചടങ്ങുകൾ എപ്പോൾ ആരംഭിക്കും? രേണുക, കലാഭവൻ തിയേറ്ററിൽ നിന്ന് വിലാപയാത്രയായി ലെനിൻ രാജേന്ദ്രന്റെ ഭൗതിക ശരീരം അല്പസമയത്തിനകം ശാന്തി കവാടത്തിൽ എത്തിക്കും. ശാന്തി കവാടത്തിലേക്കുള്ള വിലോപയാത്ര ഇപ്പോൾ തുടരുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ വിലാപയാത്ര ശാന്തി കവാടത്തിൽ എത്തും. ഇന്നലെ വൈകിട്ടാണ് ചെന്നൈയിൽ നിന്നും വിമാനമാർഗം ലെനിൻ രാജേന്ദ്രന്റെ ഭൗതിക ശരീരം തിരുവനന്തപുരത്ത് എത്തിച്ചത്. തിരുവനന്തപുരത്ത് പണ്ഡിറ്റ് കോളനിയിൽ അദ്ദേഹത്തിന്റെ സ്വവസതിയിലായിരുന്നു ഇന്ന് രാവിലെ 10:30 വരെ പൊതുദർശനം. മുഖ്യമന്ത്രി, മന്ത്രിമാരടക്കമുള്ള പ്രമുഖർ അദ്ദേഹത്തിന്റെ വസതിയിലെത്തി അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിച്ചു. അതിനുശേഷം 10:30 തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലേക്ക് വിലാപയാത്രയായി മൃതദേഹം കൊണ്ടുവന്നു. യൂണിവേഴ്സിറ്റി കോളേജിലാണ് ലെനിൻ രാജേന്ദ്രൻ അദ്ദേഹത്തിന്റെ ബിരുദ പഠനം പൂർത്തിയാക്കിയത്. അദ്ദേഹത്തിന്റെ പഴയ സഹപാഠികളും അധ്യാപകരും അടക്കമുള്ള പ്രമുഖർ ഇവിടെ എത്തി അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കണ്ട് അന്ത്യാഞ്ജലി അർപ്പിച്ചു. അതിനുശേഷമാണ് KSFDC ചെയർമാൻ കൂടിയായ ലെനിൻ രാജേന്ദ്രന്റെ മൃതദേഹം അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് കൊണ്ടുപോയത്. KSFDCയുടെ ആസ്ഥാനമായ കലാഭവൻ തിയേറ്ററിൽ ഏതാണ്ട് 1:30 മണിവരെ പൊതുദർശനമുണ്ടായിരുന്നു. ഇവിടെയും ചലച്ചിത്ര രംഗത്തെ പ്രമുഖരും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും അടക്കം നിരവധി പേർ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിച്ചു. അല്പസമയം മുമ്പാണ് വിലാപയാത്രയായി കലാഭവൻ തിയേറ്ററിൽ നിന്നും ശാന്തി കവാടത്തിലേക്ക് യാത്ര പുറപ്പെട്ടത്. അല്പസമയത്തിനകം തന്നെ ഇവിടെ എത്തിച്ചേരും. ശാന്തി കവാടത്തിൽ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയാവും അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുക എന്നത്. വി.ആർ. കാർത്തികാണ് വിവരങ്ങൾ നൽകിയത്. അന്തരിച്ച ചലച്ചിത്ര സംവിധായകൻ ലെനിൻ രാജേന്ദ്രന്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുകയാണ്. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്കാരം. ശാന്തി കവാടത്തിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. വിലാപയാത്രയായാണ് മൃതദേഹം ശാന്തി കവാടത്തിൽ എത്തിച്ചിരിക്കുന്നത്. മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ അവിടെയുണ്ട്. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്കാര ചടങ്ങ്.
ഇന്നലെ വൈകുന്നേരത്തോടെയാണ് ചെന്നൈയിൽ നിന്നും മൃതദേഹം തിരുവനന്തപുരത്ത് എത്തിച്ചത്.